നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നീലഗിരിയിലേക്കുള്ള യാത്രക്കാരിൽ ഒരാളെങ്കിലും നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ചതായി കണ്ടാൽ അയാൾ യാത്ര ചെയ്ത ബസ്സോ ടൂറിസ്റ്റ് വണ്ടിയോ കണ്ടുകെട്ടുകയും പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. ഇത്തരം കർശന നടപടികൾ കൊണ്ട് മാത്രമേ നീലഗിരിയിൽ പ്ലാസ്റ്റിക് നിരോധനം പ്രാവർത്തികമാക്കാൻ സാധിക്കൂ എന്ന് ജസ്റ്റിസ് എൻ സതീഷ് കുമാറും ജസ്റ്റിസ് ഡി ഭരത ചക്രവർത്തിയും അടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടു. വെള്ളക്കുപ്പികൾ ഉൾപ്പെടെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നീലഗിരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്. നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടോ എന്ന വിഷയം പരിഗണിക്കവെയാണ് ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് കർശന നിർദ്ദേശം നൽകിയത്. നീലഗിരിയിലേക്കുള്ള വാഹനങ്ങളിലുള്ളവർ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൈവശം വെക്കുന്നതായി കണ്ടാൽ വാഹന ഉടമയ്ക്ക് 10,000 രൂപ പിഴ ഈടാക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് കളക്ടർ ലക്ഷ്മി ഭവ്യ അറിയിച്ചു. തെറ്റാവർത്തിച്ചാൽ പെർമിറ്റ് റദ്ദാക്കും. ഗതാഗത സ്തംഭനം ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ മുഴുവൻ വണ്ടികളും തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നത് പ്രാവർത്തികമല്ലെന്ന് അവർ അറിയിച്ചു. വാഹനങ്ങൾ പരിശോധിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാർക്കായി സ്ഥാപിച്ച കുടിവെള്ള ATMകളുടെ എണ്ണം സംബന്ധിച്ച് തെറ്റായ കണക്ക് നൽകിയ കളക്ടറെ കോടതി വിമർശിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച കളക്ടർ വാട്ടർ ATMകൾ പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്ന് അറിയിച്ചു. ATMൽ നാണയമിടേണ്ട ദ്വാരത്തിൽ സാമൂഹിക ദ്രോഹികൾ ബബിൾഗവും കല്ലുമിടുന്നതാണ് പ്രശ്നം. UPI സ്കാനുള്ള വാട്ടർ ATMകളും RO ഫിൽറ്ററുകളും സ്ഥാപിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും കളക്ടർ കോടതിയെ അറിയിച്ചു.